Hi all, today we are going to learn the famous play by William Shakespeare, Macbeth, the tragedy of Macbeth. First, let's have a look at William Shakespeare. Born on April 23, 1564 in Stratford-upon-Avon, England. Died on April 23, 1616, and he wrote 154 sonnets, 39 plays, and 2 narrative poems. Wrote comedies, histories, and tragedies. Ben Jonson about Shakespeare, not of an age, but for all time. നമ്മൾ ഓൾറെഡി സോണറ്റ് 121 നോക്കിയപ്പോൾ ഷേക്സ്പിയറിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. എബൌട്ട് ഷേക്സ്പിയർ, ഹിസ് സോണറ്റ്സ്, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാണ്. മാത്രമല്ല ഡിഗ്രി PG കാലഘട്ടങ്ങളിൽ ഇത് നമ്മൾ ഷേക്സ്പിയറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതുമാണ്. ഇനി നമുക്ക് മാക്ബത്തിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. മാക്ബത്ത്, ദ ട്രാജഡി ഓഫ് മാക്ബത്ത്, ഓഫൻ ഷോർട്ടൻ ടു മാക്ബത്ത്. ദ ട്രാജഡി ഓഫ് മാക്ബത്ത് എന്നാണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ ടൈറ്റിൽ. അതിനെ ഷോർട്ടൻ ചെയ്താണ് നമ്മൾ മാക്ബത്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ട്രാജഡി ബൈ വില്യം ഷേക്സ്പിയർ, ഫസ്റ്റ് പെർഫോംഡ് ഇൻ 1606. It deals with the ambition of Macbeth, the Thane of Glamis, to become the king of Scotland. ഈ ഒരു മാക്ബത്തിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ ആംബിഷനാണ്. ഹീറോ ഈസ് മാക്ബത്ത്. മാക്ബത്തിൻ്റെ ആംബിഷൻ, ഇത് മാക്ബത്ത് ഡീൽ ചെയ്യുന്നത് ആംബിഷൻ ഓഫ് മാക്ബത്ത് ആണ്. ദ തെയ്ൻ ഓഫ് ഗ്ലാമിസ്, മാക്ബത്ത് ദ തെയ്ൻ ഓഫ് ഗ്ലാമിസ് ആയിരുന്നു. ടു ബിക്കം ദ കിങ് ഓഫ് സ്കോട്ട്ലൻഡ്, സ്കോട്ട്ലൻഡിലെ കിങ് ആവാൻ വേണ്ടിയുള്ള ആ ഒരു ആംബിഷനിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലംസ്, ഒരു ട്രാജഡി, കുറേ ട്രാജഡീസാണ് മാക്ബത്ത് എന്ന ഒരു ഈ പ്ലേയിൽ ഡീൽ ചെയ്യുന്നത്. ഇറ്റ്സ് ഹീറോയിൻ ഈസ് ലേഡി മാക്ബത്ത്. സെറ്റിംഗ്, ഈ ഒരു മാക്ബത്ത് എന്ന പ്ലേയുടെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡാണ്. ഓക്കെ, ഇനി നമുക്ക് സോഴ്സ്, മാക്ബത്ത് എന്ന ഈ പ്ലേയുടെ സോഴ്സസ് എന്താണെന്ന് നോക്കാം. റാഫേൽസ് ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾസ് ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് അയർലൻഡ് ആണ് ഇതിൻ്റെ ഒരു പ്രൈമറി സോഴ്സ്. ഓക്കെ, പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ റാഫേൽസ് ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾസ് ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് അയർലൻഡ്. ഈ ഒരു പ്രൈമറി സോഴ്സിൽ നിന്നും വന്നിരിക്കുന്നതാണ് ക്യാരക്ടേഴ്സാണ് മാക്ബത്ത്, ഡങ്കൺ ആൻഡ് മാക്ഡഫ്, ഈ ഒരു 3 ക്യാരക്ടേഴ്സ്. ആൻഡ് ഷേക്സ്പിയർ ഓൾസോ കൺസിഡർ അതർ ഹിസ്റ്ററി ടെസ്റ്റ്, മറ്റ് ഹിസ്റ്ററി ടെസ്റ്റ് കൊണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ജോൺ മേജേഴ്സ് ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് ജോർജ് ബുച്ചൻസ് ഹിസ്റ്ററി ഓഫ് സ്കോട്ട്ലൻഡ്. ഇതിൽ നിന്നും മാക്ബത്തിൻ്റെ ഒരു തീം വരുന്നുണ്ട്. ജോൺ മേജേഴ്സ് ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും ജോർജ് ബുച്ചൻസ് ഹിസ്റ്ററി ഓഫ് സ്കോട്ട്ലൻഡ്. Additional works on witchcraft and demonology perhaps include. വിച്ച്ക്രാഫ്റ്റിനെയൊക്കെ കുറിച്ച് പറയുന്നത് includes King James on demology influenced the portrait of witches. ഇതിൽ നിന്നാണ് വിച്ചസിൻ്റെ ക്യാരക്ടർ വരുന്നത്. ഓക്കെ, അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഷേക്സ്പിയർ വിച്ചസിൻ്റെ ക്യാരക്ടർ റോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നാണ് കിങ് ജെയിംസ് ഓൺ ഡെമോളജി. ഓക്കെ, അന്നേരം സോഴ്സസ് ഏതൊക്കെയാണ്? റാഫേൽസ് ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾസ് ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് അയർലൻഡ്, ജോൺ മേജേഴ്സ് ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, ജോർജ് ബുച്ചൻസ് ഹിസ്റ്ററി ഓഫ് സ്കോട്ട്ലൻഡ്, കിങ് ജെയിംസ് ഓൺ ഡെമോളജി. പ്രൈമറി സോഴ്സസ് റാഫേൽസ് ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾസ് ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് അയർലൻഡ്. ഓക്കെ, ദെൻ ഇതിൽ മാക്ബത്തിൻ്റെ കാസൽസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻവേർണസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡൻസിനെയിൻ. ഓക്കെ, 2 കാസലാണ് മാക്ബത്തിൻ്റെ മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു പ്ലേയിൽ, ഇൻവേർണസും ഡൻസിനെയിനും. മാക്ഡഫിൻ്റെ കാസലാണ് ഫിഫെ ആൻഡ് ഡങ്കൻ്റെ പാലസാണ് ഫോറസ്. ഓക്കെ, നൗ ഇറ്റ്സ് അബൌട്ട് ആക്ട് 1 സീൻ 1. ആക്ട് 1 സീൻ 1 തുടങ്ങുമ്പം തന്നെ ഇടിയും മിന്നലും ആ ഒരു ഇടിമുഴക്കത്തോടു കൂടി 3 വിച്ചസ്
ഓൾഡ് വുമൺ ആണ്. അവരിങ്ങനെ പറന്നിറങ്ങുന്നതായിട്ടാണ് ആക്ട് 1 സീൻ 1 കാണിക്കുന്നത്. അവരിങ്ങനെ പറന്നിറങ്ങി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഡിസപ്പിയറായി പോകുന്നു. അതാണ് ആക്ട് 1 സീൻ 1. നെക്സ്റ്റ് ഈസ് ആക്ട് 1 സീൻ 2. ആക്ട് 1 സീൻ 2 നടക്കുന്നത് നിയർ ദ പാലസ് ഓഫ് ഡങ്കൺ അറ്റ് ഫോറസ്. ഡങ്കൻ്റെ പാലസിൻ്റെ അടുത്ത് ഒരു മിലിറ്ററി ക്യാമ്പിലാണ് ആക്ട് 1 സീൻ 2 നടക്കുന്നത്. കിങ് ഡങ്കൺ ഓഫ് സ്കോട്ട്ലൻഡ് ആസ്ക് എ വൂണ്ടഡ് ക്യാപ്റ്റൻ ഫോർ ന്യൂസ് അബൌട്ട് ദ സ്കോട്ട്ലാൻഡ്സ് ബാറ്റിൽ വിത്ത് ഐറിഷ് ഇൻവേഡേഴ്സ് ഹു ആർ ലെഡ് ബൈ ദ റിബൽ മാക്ഡൊവാൾഡ്. അതായത് കിങ് ഡങ്കൻ ഒരു വൂണ്ടഡായ ക്യാപ്റ്റനോട് ന്യൂസ് അന്വേഷിക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൻ്റെ ബാറ്റിൽ വിത്ത് ഐറിഷ് ഇൻവേഡേഴ്സ്, അവരുമായിട്ടുള്ള സ്കോട്ട്ലൻഡും ഐറിഷ് ഇൻവേഡേഴ്സുമായിട്ടുള്ള ബാറ്റിലിനെ കുറിച്ചുള്ള ന്യൂസ് കിങ് ഡങ്കനോട് അന്വേഷിക്കുകയാണ്. ഈ ഐറിഷ് ഇൻവേഡേഴ്സിനെ ലീഡ് ചെയ്യുന്നത് മാക്ഡോൺവാൾഡ് എന്ന് പറഞ്ഞ ഒരു ആളാണ്. എന്നിട്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ ഈ ഐറിഷ് ഇൻവേഡേഴ്സ് ആണെങ്കിൽ ഈ ക്യാപ്റ്റനെ ബന്ദിയാക്കുന്നുണ്ട്. അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടാണ് വരുന്നത്. വൂണ്ടഡായിട്ട് എസ്കേപ്പ് ആയിട്ടാണ് ഈ ക്യാപ്റ്റൻ വരുന്നത്. എന്നിട്ട് ഡങ്കനോട് ഇദ്ദേഹം പറയുന്നു, ഈ സ്കോട്ടിഷ് ജനറൽസ് ആയിട്ടുള്ള മാക്ബത്തും ബാങ്കോയും വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവരോട്. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട് മാക്ബത്ത് മാക്ഡോൺവാൾഡിനെ വധിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പറയുന്നത് ഈ സ്കോട്ടിഷ് രാജാവായ റോസ് വൂണ്ടഡായ ക്യാപ്റ്റനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നു. റോസ് എന്ന സ്കോട്ടിഷ് തെയ്ൻ ഓഫ് റോസ്, തെയ്ൻ ഓഫ് റോസ് വൂണ്ടഡായ ക്യാപ്റ്റനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു. തെയ്ൻ ഓഫ് കാവ്ഡാർ അവരെ ചതിച്ചുവെന്നും കാവ്ഡാറിനെ തോൽപ്പിച്ചുവെന്നും നോർവേ ആർമീനെ തുരത്തി ഓടിച്ചെന്നും റോസ് ഡങ്കൻ രാജാവിനോട് പറയുന്നു. അതായത് തെയ്ൻ ഓഫ് കാവ്ഡാർ അവരെ വഞ്ചിച്ചു. ഈ കാവ്ഡാറിനെ അവരെ തോൽപ്പിച്ചുവെന്നും നോർവേ ആർമീനെ തുരത്തി ഓടിച്ചെന്നും ഡങ്കനോട് റോസ് പറയുന്നുണ്ട്. കാവ്ഡാറിനെ വധിക്കാനും മാക്ബത്തിന് തെയ്ൻ ഓഫ് കാവ്ഡാർ ടൈറ്റിൽ നൽകാനും ഡങ്കൻ രാജാവ് ഉത്തരവിട്ടു. അതായത് കാവ്ഡാർ വഞ്ചിച്ചല്ലോ, ഈ കാവ്ഡാറിനെ വധിക്കാനും തെയ്ൻ ഓഫ് കാവ്ഡാർ ടൈറ്റിൽ മാക്ബത്തിന് നൽകാനും ഡങ്കൻ രാജാവ് ഉത്തരവിട്ടു. ഈ ന്യൂസ് മാക്ബത്തിനെ അറിയിക്കാനായിട്ട് റോസ് പോകുന്നതാണ് ഈ ആക്ട് 1 സീൻ 2 പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ തെയ്ൻ ഓഫ് കാവ്ഡാർ ഇവരെ വഞ്ചിച്ചു. മാത്രമല്ല ഈ കാവ്ഡാറിനെ തോൽപ്പിച്ചുവെന്നും നോർവേ ആർമീനെ അവിടെ നിന്ന് തുരത്തി ഓടിച്ചെന്നും ഡങ്കൻ രാജാവിനോട് പറയുന്നു. അന്നേരം ഡങ്കൻ രാജാവ് പറയുന്നുണ്ട് കാവ്ഡാറിനെ വധിക്കാൻ ഉത്തരവിടുന്നു. തെയ്ൻ ഓഫ് കാവ്ഡാർ എന്ന ടൈറ്റിൽ മാക്ബത്തിന് നൽകാനും ഉത്തരവിട്ടു. ഈ ന്യൂസ് മാക്ബത്തിനെ അറിയിക്കാൻ വേണ്ടി റോസ് പോയി. അതാണ് ആക്ട് 1 സീൻ 2 ഈ ഒരു സീൻ 2 പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആക്ട് 1 സീൻ 3 ആണ്. ആക്ട് 1 സീൻ 3 3 വിച്ചസ് മാക്ബത്തിൻ്റെയും ഗ്രൂപ്പിൻ്റെ മുന്നിൽ അപ്പിയർ ചെയ്യുന്നു. 3 വിച്ചസ് മീൻസ് 3 ഓൾഡ് വുമൺ ഉണ്ടല്ലോ, വിച്ചസ്. അവർ ഫസ്റ്റ് വിച്ച് മാക്ബത്തിനെ തെയ്ൻ ഓഫ് ഗ്ലാമസ് എന്ന് വിളിക്കുന്നു. മാക്ബത്തിൻ്റെ ഒറിജിനൽ ടൈറ്റിലാണ് തെയ്ൻ ഓഫ് ഗ്ലാമസ്. ഫസ്റ്റ് വിച്ച് അങ്ങനെ വിളിക്കുന്നു. അതിനുശേഷം ആ വിച്ച് തെയ്ൻ ഓഫ് കാവ്ഡാർ എന്ന് വിളിക്കുന്നു. മാക്ബത്തിനെ ആദ്യം തെയ്ൻ ഓഫ് ഗ്ലാമസ് എന്ന് വിളിച്ചിട്ട് പിന്നീട് തെയ്ൻ ഓഫ് കാവ്ഡാർ എന്ന് വിളിക്കുന്നു. ഇത് കേട്ടപ്പോൾ മാക്ബത്ത് ആകെ ഒരു ഷോക്ക്ഡായി. ഈ വിച്ചസ് എന്ത് പൊട്ടത്തരങ്ങളൊക്കെയാണ് പറയുന്നതെന്ന് മാക്ബത്ത് കരുതി. അന്നേരം ആ ഫസ്റ്റ് വിച്ച് ആദ്യം തെയ്ൻ ഓഫ് ഗ്ലാമസ് എന്ന് വിളിക്കുന്നു, പിന്നീട് തെയ്ൻ ഓഫ് കാവ്ഡാർ എന്ന് വിളിക്കുന്നു. അതിനുശേഷം തേർഡ് വിച്ചസ് വന്നിട്ട് മാക്ബത്തിനോട് പറയുന്നു മാക്ബത്ത് ഒരിക്കലും ഒരു കിങ് ആവുമെന്ന്.
അതിനുശേഷം ബാങ്കോയിനോട് പറയുന്നു, ലെസ്സർ ദാൻ മാക്ബത്ത് ആൻഡ് ഗ്രേറ്റർ ആൻഡ് നോട്ട് സോ ഹാപ്പി എറ്റ് മച്ച് ഹാപ്പിയർ. ഇതിലെഴുതിയിട്ടുണ്ടേ. അങ്ങനെ പറയുന്നു. ദെൻ ദേ ടെൽ, അതിനുശേഷം അവർ പറയുന്നു, അതായത് നിങ്ങൾ ഒരിക്കലും ബാങ്ക് ഒരിക്കലും രാജാവാകില്ല. മാക്ബത്തിനോട് പറയുന്നുണ്ട്, യു വിൽ ബിക്കം കിങ് വൺ ഡേ എന്ന്, കിങ് ആവുമെന്ന്, വൺ ഡേ യു വിൽ ബിക്കം ദ കിങ് എന്ന്. എന്നിട്ട് ഈ തേർഡ് വിച്ച് വന്നിട്ട് ബാങ്കോയോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും രാജാവാകില്ല, പക്ഷേ നിങ്ങളുടെ വംശത്തിലുള്ള ഒരാളായിരിക്കും രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾ രാജാവില്ല, പക്ഷെ നിങ്ങളുടെ വംശത്തിലുള്ളവരായിരിക്കും രാജ്യം ഭരിക്കുന്നത്, അതിനുള്ള ചാൻസ് ഉണ്ടെന്ന്. That means that which tell him that he will never be the king, but that his children will sit upon the throne. അതായത് നിങ്ങളുടെ വംശത്തിലുള്ളവരായിരിക്കും രാജ്യം ഭരിക്കുന്നത്, ബാങ്കോ ആവില്ല. ഈ സമയം റോസ് അവിടെ വരുന്നു. എന്നിട്ട് മാക്ബത്തിനോട് പറഞ്ഞു, നീ ഗ്ലാമിസ് പ്രഭു എന്ന പൊസിഷനിൽ നിന്നും ടെയ്ൻ ഓഫ് കാവ്ഡാർ പ്രഭുവായി മാറി. ഡങ്കൻ നിന്നെ ടെയ്ൻ ഓഫ് ഗ്ലാമിസിൽ നിന്നും പ്രൊമോട്ട് ചെയ്ത് ടെയ്ൻ ഓഫ് കാവ്ഡാർ ആക്കി എന്ന് പറയുന്നു. ആരാണ്? ഡങ്കനാണ് ഈ ഒരു പൊസിഷൻ കൊടുത്തത്. ഇത് കേട്ടപ്പോൾ മാക്ബത്ത് വളരെ ഹാപ്പിയായി. എന്നിട്ട് വിച്ചസ് പറഞ്ഞ ഒരു പ്രൊഫസി ഉണ്ടല്ലോ, അത് ഫലിക്കുമെന്നൊരു ഹോപ്പ് മാക്ബത്തിന് വന്നു. വിച്ചസ് പറഞ്ഞു, യു വിൽ ബിക്കം കിങ് വൺ ഡേ എന്ന്. ആ ഒരു ഹോപ്പ് മാക്ബത്തിന് വന്നു. അന്നേരം വിച്ചസ് പറഞ്ഞ കാര്യങ്ങൾ നടന്നു. ഇനി ലാസ്റ്റ് നടക്കാനുള്ള കാര്യം ഇതാണ്, കിങ് ആവുക. ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ടെയ്ൻ ഓഫ് കാവ്ഡാറുമായി. ഇനി ലാസ്റ്റ് വിച്ചസ് പറഞ്ഞ വിഷ് മാത്രമുള്ള നടക്കാൻ, അതായത് മാക്ബത്ത് കിങ് ആവുക. മാക്ബത്ത് എന്നിട്ട് ബാങ്കോനോട് ചോദിക്കുന്നു, നീ വിചാരിക്കുന്നുണ്ടോ നിൻ്റെ വംശം രാജ്യം ഭരിക്കുമെന്ന്? അതായത് നിൻ്റെ ചിൽഡ്രനോ നിൻ്റെ വംശത്തിലുള്ള ആരെങ്കിലും ഈ രാജ്യം ഭരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് മാക്ബത്ത് ചോദിക്കും. അന്നേരം ബാങ്കോ പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും വിച്ചസിനെ പൂർണ്ണമായും വിശ്വസിക്കരുത്. അവർ നമ്മളെ മോഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയും, പക്ഷേ അവർ പകുതി സത്യം മാത്രമേ പറയൂ. അവർ പറയുന്ന ഫുൾ സത്യമായിരിക്കില്ല. അവർ മുഴുവനും പറയൂല. ദേ ആർ ടെല്ലിങ് എ പാർട്ട് ഓഫ് ഇറ്റ്. അവർ പകുതി സത്യം മാത്രമേ പറയൂ എന്നും പറഞ്ഞാണ് ബാങ്കോ ഈ ഒരു സീൻ അവസാനിപ്പിക്കുന്നത്. അതാണ് ആക്ട് 1 സീൻ 3 സംഭവിച്ചത്. നെക്സ്റ്റ് ഈസ് ആക്ട് 1 സീൻ 4. ആക്ട് 1 സീൻ 4 നടക്കുന്നത് ഡങ്കൻ്റെ പാലസിലാണ്. മാക്ബത്തും ബാങ്കോയും ഡങ്കൻ്റെ പാലസിലെത്തുന്നു. അവരെ കിങ് ഡങ്കൻ അനുമോദിക്കുന്നു. ഡങ്കൻ പറയുന്നു, എൻ്റെ ഭരണം തീരാറായി, നെക്സ്റ്റ് കിങ് എൻ്റെ മകനായ മാൽക്കം ആയിരിക്കും. പക്ഷേ മാക്ബത്തിന് അറിയാതെ തന്നെ കിങ്ഡത്തിനോട് ഒരു ആഗ്രഹം വന്നിരുന്നു. കാരണം 3 വിച്ചസിൻ്റെ പ്രൊഫസി അങ്ങനെയല്ലായിരുന്നു. മാക്ബത്ത് ഒരു കിങ് ആകുമെന്നുള്ള പ്രൊഫസിയായിരുന്നു 3 വിച്ചസ് കൊടുത്തിരുന്നത്. സോ മാക്ബത്തിന് അറിയാതെ തന്നെ ഒരു ആഗ്രഹം മനസ്സിൽ വരികയാണ്. അതിനാൽ തന്നെ മാക്ബത്ത് വളരെയധികം കൺഫ്യൂസ്ഡായി. എന്നിട്ട് സ്വയമേ വിചാരിക്കുകയാണ്, എനിക്കും കിങ്ഡത്തിനും ഇടയിലുള്ള ഒരു തടസ്സം മാൽക്കമാണെന്ന്. അങ്ങനെ ഒരു അറിയാതൊരു ചിന്ത മാക്ബത്തിന് വന്നു പോവുകയാണ്. അന്ന് ഈവനിങ്ങിൽ മാക്ബത്ത് തൻ്റെ വീട്ടിൽ, അതായത് ഇൻവേർണോസ്, മാക്ബത്തിൻ്റെ പാലസ് ഇൻവേർണസിലാണ്, തൻ്റെ വീട്ടിൽ കിങ് ഡങ്കന് പാർട്ടി അറേഞ്ച് ചെയ്യുകയാണ്. അതിനായിട്ടുള്ള ഒരുക്കത്തിനായിട്ട് മാക്ബത്ത് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ഈസ് ആക്ട് 1 സീൻ 5. ആക്ട് 1 സീൻ 5 നടക്കുന്നത് മാക്ബത്തിൻ്റെ കാസിലായ ഇൻവേർണസിലാണ്. മാക്ബത്ത് ഓൾറെഡി ലേഡി മാക്ബത്തിന് ലെറ്ററൊക്കെ അയച്ചിരുന്നു, തനിക്ക് കിട്ടിയ പുതിയ പൊസിഷൻ ടെയ്ൻ ഓഫ് കാവ്ഡാർ
ആ ഒരു പൊസിഷൻ കിട്ടിയ കാര്യമൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതിയിരുന്നു. അത് അയക്കുകയും ചെയ്തു. ലേഡി മാക്ബത്തിനെക്കാട്ടിലും ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ്. ബിക്കോസ് മാക്ബത്ത് കിങ് ആയാൽ ഒബ്വിയസ്ലി താനൊരു ക്യൂനായിരിക്കും. ആ ഒരു ത്രില്ലിലാണ് ലേഡി മാക്ബത്ത് ഇരിക്കുന്നത്. കിങ് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഒരുക്കി വെക്കാൻ വേണ്ടി മാക്ബത്ത് ഇൻവേർനെറ്റ്സിൽ വന്നു. ആ ടൈമിലാണ് ലേഡി മാക്ബത്ത് ആക്ച്വലി ഈ ലെറ്ററും അതിൻ്റെ കോണ്ടൻറ്റും ഒക്കെ വായിക്കുന്നത്, കാര്യങ്ങളൊക്കെ അറിയുന്നത് ഈ ഒരു ടൈമിലാണ്. അന്നേരം ലേഡി മാക്ബത്ത് മാഗ്നറ്റിനോട് പറഞ്ഞു, ഇതിലും നല്ലൊരു അവസരം നമുക്കിനി കിട്ടാനില്ല. ഈ ക്രൗണ് നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ, നമുക്കത് ഏൺ ചെയ്യണമെങ്കിൽ കിങ് ഡങ്കനെ നമ്മൾ കൊല്ലണം. അതിന് ഈ പാർട്ടി തന്നെയാണ് പറ്റിയൊരു ചാൻസ്. ഈ ഇന്ന് നടക്കുന്ന പാർട്ടിയിൽ നമ്മൾ കിങ് ഡങ്കനെ വധിക്കണം. എന്നിട്ട് ലേഡി മാക്ബത്തിനോട് പറഞ്ഞു, ലുക്ക് ലൈക്ക് ആൻ ഇന്നസെൻറ്റ് ഫ്ലവർ ബട്ട് എ സർപ്പൻറ്റ് അണ്ടർ ഇറ്റ്. ആ ഒരു കോട്ട് നോട്ട് ചെയ്തോണേ. ലുക്ക് ലൈക്ക് ആൻ ഇന്നസെൻറ്റ് ഫ്ലവർ ബട്ട് എ സർപ്പൻറ്റ് അണ്ടർ ഇറ്റ്. ഞാൻ ഈ ഒരു ഇതിലുണ്ട്. ഓക്കെ, ദാറ്റ് ഇറ്റ്സ് ഹിയർ. ലുക്ക് ലൈക്ക് ദ ഇന്നസെൻറ്റ് ഫ്ലവർ ബട്ട് ദ സർപ്പൻറ്റ് അണ്ടർ ഇറ്റ്. അങ്ങനെ ലേഡി മാക്ബത്തിനോട് പറഞ്ഞു. ഇത് ഉദ്ദേശിക്കുന്നത് രാജാവിൻ്റെയും മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവരായിരിക്കുക, എന്നിട്ട് അദ്ദേഹത്തെ വധിച്ചാൽ നമുക്ക് ഈ സ്വപ്നം, കിങ് ആവുക എന്ന ഒരു സ്വപ്നം, അതിലേക്ക് ആ ഒരു സ്വപ്നം നമുക്ക് നേടിയെടുക്കാം എന്ന ആ ഒരു ഉദ്ദേശത്തിലാണ് ലേഡി മാക്ബത്തിനോട് പറയുന്നത്. ലുക്ക് ലൈക്ക് ആൻ ഇന്നസെൻറ്റ് ഫ്ലവർ ബട്ട് എ സർപ്പൻറ്റ് അണ്ടർ ഇറ്റ്. ആക്ട് 1 സീൻ 6 പറയുന്നത് ഡങ്കൻ മാക്ബത്തിൻ്റെ ഹൗസിലേക്ക് വരുന്ന സീനാണ്. ഡങ്കനെ സ്വീകരിക്കാൻ മാക്ബത്തിന് ബുദ്ധിമുട്ടായതുകൊണ്ട് ലേഡി മാക്ബത്താണ് ഡങ്കനെ റിസീവ് ചെയ്യാൻ വേണ്ടി പോയത്. ഡങ്കൻ ഈ ടൈമിൽ കാസിലിൻ്റെ പ്ലസൻറ്റ് എൻവയോൺമെൻറ്റിനെ വർണ്ണിക്കുന്നു. ലേഡി മാക്ബത്തിൻ്റെ ആ ഒരു സ്വീകരണം, റിസീവ് ചെയ്ത ആ ഒരു ഹോസ്പിറ്റാലിറ്റി, ലേഡി മാക്ബത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റിയൊക്കെ ഡങ്കൻ ഇഷ്ടപ്പെടുന്നു, അത് അഭിനന്ദിക്കുന്നു. അന്നേരം ലേഡി മാക്ബത്ത് പറയുന്നുണ്ട്, താങ്കളെ സ്വീകരിക്കേണ്ടത് എൻ്റെ ഒരു മര്യാദയാണ്. അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞ് ലേഡി മാക്ബത്ത് ഡങ്കനെ റിസീവ് ചെയ്യുന്നു. ഡങ്കൻ അന്നേരം ലേഡി മാക്ബത്തിനോട് പറയുന്നു മാക്ബത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനെന്ന്. ഹൂം ഹി പ്രൊഫസസ് ടു ലവ് ഡിയർലി. തൻ്റെ പ്രിയപ്പെട്ട മാക്ബത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ലേഡി മാക്ബത്തിനോട് ഡങ്കൻ പറയുന്നു. ഇതായിരുന്നു ആക്ട് 1 സീൻ 6 പറയുന്നത്. ആക്ട് 1 സീൻ 6 ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ആക്ട് 1 സീൻ 7 വരുന്നത്. മാക്ബത്തിൻ്റെ കാസിലായ ഇൻവോർണസിലാണ് ഈ സീനും നടക്കുന്നത്. ഡങ്കൻ വന്നല്ലോ. മാക്ബത്ത് ഡങ്കനും ഡങ്കൻ്റെ അറ്റൻഡൻസിനും ഒക്കെ ഫുഡ് കൊടുത്ത് അവിടെ ഇരിക്കുന്ന ഒരു സീനാണ്. ഇനി എന്ന് കരുതി മാക്ബത്ത് അവിടെ ഇരിക്കുകയാണ്. മാക്ബത്തിന് മനസ്സനുവദിക്കുന്നില്ല, ഡങ്കനെ വധിക്കാൻ വേണ്ടി മാക്ബത്തിൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ബിക്കോസ് ഡങ്കൻ ഒരു വളരെ നല്ല രാജാവായിരുന്നു. എല്ലാവരെയും ഈക്വലായിട്ട് പരിഗണിക്കുകയും വളരെ സ്നേഹമുള്ള ഒരു രാജാവായിരുന്നു ഡങ്കൻ. ഇതെല്ലാം മാക്ബത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഡങ്കനെ വധിക്കുന്നത് ആ ഒരു ഡിസിഷൻ ശരിയാണോ അല്ലയോ, വിച്ചസ് ഇങ്ങനെ പ്രൊഫസി നടത്തിയിട്ടുകൊണ്ട് ഞാൻ ആ ഒരു പ്രൊഫസി നടക്കണമെങ്കിൽ ഞാൻ ഡങ്കനെ വധിക്കണം, ആ ഒരു ചിന്ത ഒക്കെ മനസ്സിൽ വരുന്നു എനിക്ക്. പക്ഷേ ഡങ്കനെ വധിക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥയല്ല, ബിക്കോസ് ഡങ്കൻ അത്ര സ്നേഹമുള്ള ഒരു രാജാവാണ് എന്നൊക്കെ ഇങ്ങനെ കരുതി അവിടെ നൂറുകണക്കിന് ചിന്തകൾ ഇങ്ങനെ മാക്ബത്തിൻ്റെ മനസ്സിലൂടെയും ഓടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെയുള്ള ചിന്തകൾ നടക്കുകയാണെന്ന് ലേഡി മാക്ബത്തിന് മനസ്സിലായി. അങ്ങനെ ലേഡി മാക്ബത്ത് വന്നിട്ട് മാക്ബത്തിനോട് വളരെ മോശമായിട്ട്
സംസാരിക്കുന്നു. മാക്ബത്തിനെ കൊവാർഡ് എന്ന് വിളിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഈസ് മാൻഹുഡ്. അദ്ദേഹത്തിന് നിങ്ങളൊരാണല്ലേ, നിങ്ങൾക്ക് ഒരു ധൈര്യമില്ലേ, അങ്ങനെയൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. രാജാവ് എന്ന ഒരു അധികാരം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാജാവ് കിങ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ ഭയക്കേണ്ടത്? ആരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. നമ്മളെ ഈ നിങ്ങൾ ഡങ്കനെ വധിച്ചോ അല്ലെങ്കിൽ നമ്മളെ ആരും താഴ്ത്തിക്കളയത്തില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ലേഡി മാക്ബത്തിനോട് പറയുന്നു. ഇങ്ങനെ കുറേ ഓർഡേഴ്സൊക്കെ ചെയ്ത് മാക്ബത്തിനെ നാണം കെടുത്തുകയായിരുന്നു ലേഡി മാക്ബത്ത് ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം ലേഡി മാക്ബത്തിൻ്റെ ഈ ഓർഡേഴ്സ് എല്ലാം കേട്ടിട്ട് മാക്ബത്ത് ഡങ്കനെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. കൊല്ലാനുള്ള ഒരു പ്രേരണ ലേഡി മാക്ബത്തിന് കൊടുത്തു. ഈ സമയം ലേഡി മാക്ബത്ത് പറയുന്നു എങ്ങനെ മാക്ബത്ത് എങ്ങനെ ഡങ്കനെ വധിക്കണമെന്ന ഒരു ഉപദേശവും നൽകുന്നുണ്ട്. ഒരു ഡാഗർ കയ്യിൽ പിടിക്കണം, അത് വെച്ച് വേണം കിങ് ഡങ്കനെ കൊല്ലാൻ. ആദ്യം ചെയ്യേണ്ടത് ഡങ്കൻ്റെ ഗാർഡ്സിനെ വീഞ്ഞു കൊടുത്ത് അവരെ മയക്കി കിടത്തുക. അവർ ഉറങ്ങിക്കോളും. അതാകുമ്പോൾ വീഞ്ഞൊക്കെ കുടിച്ച് അവർ ഉറങ്ങിക്കോളും. ആ ടൈമിൽ ഡങ്കനെ വധിക്കണം. എന്നിട്ട് ആ സോഡ് കൊണ്ടുപോയി ഗാർഡ്സിൻ്റെ അടുത്ത് തന്നെ ഇടണം. അപ്പോൾ ജനങ്ങൾ വിചാരിക്കും ഭടന്മാരാണ് രാജാവിനെ വധിച്ചതെന്ന് വിചാരിക്കും. ഇതൊക്കെ പ്ലാനാണ് ലേഡി മാക്ബത്തിൻ്റെ പ്ലാൻ മാക്ബത്തിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഈ ടൈമിൽ അവിടെ ലേറ്റ് നൈറ്റായിട്ട് അവിടെ ബാങ്കോയും അദ്ദേഹത്തിൻ്റെ മകനായ ഫ്ലിയൻസ് അവർ രണ്ടും വരുന്നു. മാക്ബത്ത് ഉറങ്ങാതിരിക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് ആകെ സർപ്രൈസ് ആവുകയും പിന്നെ ഡൗട്ട് അടിച്ചു. ബിക്കോസ് ബാങ്കോയ്ക്ക് അറിയാം ഈ പ്രൊഫസി. മാക്ബത്തിൻ്റെ കൂടെ ബാങ്കോയും ഉണ്ടായിരുന്നു പ്രൊഫസിയുടെ സമയത്ത്. വിച്ചസിൻ്റെ പ്രൊഫസിയുടെ സമയത്ത് ബാങ്കോയും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ബാങ്കോയ്ക്ക് ഡൗട്ട് അടിച്ചു. അങ്ങനെ അവർ വിച്ചസിൻ്റെ പ്രൊഫസിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. മാക്ബത്തും ബാങ്കോയും ഫ്ലെൻസും ഒക്കെ ചേർന്ന് വിച്ചസിൻ്റെ പ്രൊഫസിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞ് അവർ തീരുമാനിച്ചു. ബിക്കോസ് മാക്ബത്ത് ആകെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. അങ്ങനെ അതായിരുന്നു ആക്ട് 1 സീൻ 7. ആക്ട് 2 സീൻ 1 ബാങ്കോയും ബാങ്കോയുടെ സണ്ണായ ഫ്ലിയാൻസും മാക്ബത്തിൻ്റെ കാസിലായ ഇൻവേഴ്സിൽ നിന്ന് തിരിച്ചു പോകുന്ന സീനാണ്. അവരെ യാത്രയാക്കാൻ വേണ്ടി മാക്ബത്തും പോകുന്നു. മാക്ബത്ത് ഡങ്കനെ വധിക്കുവാനുള്ള പ്ലാൻ ചെയ്യുകയായിരുന്നു. ആ ടൈമിൽ മാക്ബത്തിനൊരു വിഷൻ വന്നു. അതിൽ ഒരു ഡാഗർ, ദാറ്റ് ഈസ് സോഡ്, വാളുണ്ടല്ലോ, അത് എയറിൽ ഫ്ലോട്ട് ചെയ്യുകയും അതിൻ്റെ ആ ഒരു പോയിൻറ്റഡ് ഭാഗത്ത് ബ്ലഡും ഉള്ളതുപോലെയും, ആ സോഡിൻ്റെ പോയിൻറ്റഡ് ഭാഗത്ത് ബ്ലഡ് ഉള്ളതുപോലെയും അതിൻ്റെ പിടിയുണ്ടല്ലോ, പിടിഭാഗം മാക്ബത്തിൻ്റെ നേർക്കും അതിൻ്റെ പോയിൻറ്റഡ് ഭാഗം ഡങ്കൻ്റെ നേർക്കും തിരിഞ്ഞു. മാക്ബത്തിൻ്റെ മനസ്സിലുള്ള ഒരു ഇമാജിനേഷനാണ് ഇതെല്ലാം. ഈ ടൈമിൽ അവിടെ ഒരു ബെൽ റാങ് ചെയ്യുന്നുണ്ട്. അത് മാക്ബത്ത് കേൾക്കുന്നു. ആക്ച്വലി അത് ലേഡി മാക്ബത്ത് ഒരു സിഗ്നൽ കൊടുക്കുന്നതാണ് മാക്ബത്തിന്. അവിടുത്തെ ഗാർഡ്സ് എല്ലാം ഉറങ്ങിയതിന് ശേഷം ഒരു ബെല്ല് റാങ് ചെയ്യുന്ന സിഗ്നൽ നൽകാമെന്ന് ലേഡി മാക്ബത്തിനോട് പറഞ്ഞിരുന്നു. സോ അതാണ് ഒരു റൈറ്റ് ടൈം എന്ന് മാക്ബത്തിന് മനസ്സിലായി. ഈ ബെല്ല് കേട്ടപ്പോൾ മാക്ബത്ത് ഡങ്കനെ കൊല്ലാൻ പോവുകയാണ്. ദെൻ ഇതാണ് നമ്മുടെ ആക്ട് 1 സീൻ 1 പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആക്ട് 2 സീൻ 2 ആണ് തുടങ്ങുന്നത്. അതിൽ പറയുന്നത് ഈ ഡങ്കനെ കൊല്ലാൻ വേണ്ടി റെഡിയായിട്ട് മാക്ബത്ത് നിൽക്കുകയാണല്ലോ. പക്ഷേ മാക്ബത്തിൻ്റെ മനസ്സ് അതിനൊരു സമ്മതിക്കുന്നില്ല. മാക്ബത്ത് ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ബിക്കോസ് ഡങ്കൻ നല്ലൊരു രാജാവാണ്, എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രാജാവാണല്ലോ. സോ മാക്ബത്തിന് അദ്ദേഹത്തെ വധിക്കാൻ ഒട്ടും ഒരു മനസ്സില്ല. ഈ ടൈമിൽ ലേഡി മാക്ബത്ത് അവിടെ വരുന്നു. ലേഡി മാക്ബത്തിനറിയാം
മാക്ബത്തിന് ഡങ്കനെ വധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. അന്നേരം ലേഡി മാക്ബത്ത് പറയുന്നു, അതായത് ലേഡി മാക്ബത്ത് ഒരാണായിരുന്നെങ്കിൽ അത് താൻ തന്നെ ഡങ്കനെ കൊന്നേനെ. അതായത് ഞാനൊരാണായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഡങ്കനെ വധിച്ചേനെ. ലേഡി മാക്ബത്ത് സോഡുമായിട്ട് ഡങ്കനെ വധിക്കാനായിട്ട് പോകുന്നു. പക്ഷേ ലേഡി മാക്ബത്തിനും അത് സാധിക്കുന്നില്ല. ബിക്കോസ് ലേഡി മാക്ബത്തിന് തൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നു. സോ എനിക്കിത് കഴിയില്ല എന്ന് ലേഡി മാക്ബത്ത് പറയുന്നു. ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, അതായത് മാക്ബത്ത്, ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ തന്നെ ഡങ്കനെ വധിക്കണമെന്ന് പ്രേരിപ്പിച്ചുകൊണ്ട് കിങ് ഡങ്കനെ വധിക്കാൻ വേണ്ടി മാക്ബത്തിനെ അയക്കുന്നു. ആ ടൈമിൽ അതായത് എവിടെ നിന്നോ ശൂന്യതയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്ന് മുതൽ ആ സൗണ്ട് ഇതാണ്: ഇന്ന് മുതൽ മാക്ബത്തെ നിനക്ക് ഉറക്കമില്ല. ഇന്ന് മുതൽ മാക്ബത്തെ നിനക്ക് ഉറക്കമില്ലെന്ന് എവിടെ നിന്നോ ഒരു ശൂന്യതയിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. മാക്ബത്ത് ആ സോഡ് തിരികെ കൊണ്ടുവന്ന് ലേഡി മാക്ബത്തിൻ്റെ കൈ കൊടുക്കുന്നു. ലേഡി മാക്ബത്ത് വഴക്ക് പറഞ്ഞു. ആ സോഡ് വാങ്ങി ഗാർഡിൻ്റെ അടുത്ത് കൊണ്ടിട്ടു ലേഡി മാക്ബത്താണ് സോഡ് മാക്ബത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഗാർഡ്സിൻ്റെ കയ്യിൽ കൊണ്ടിട്ടത്. ഈ സമയം മാക്ബത്തിൻ്റെ കുറച്ച് സോളിലോക്കീസ് ഉണ്ട്. അതിലൊന്നിതാണ്: വിൽ ഓൾ ഗ്രേറ്റ് നെപ്റ്റ്യൂൺ ഓഷ്യൻ വാഷ് ദിസ് ബ്ലഡ് ഓർ ക്ലീൻ ഫ്രം മൈ ഹാൻഡ്. വിൽ ഓൾ ഗ്രേറ്റ്, ഇതിൽ കിടപ്പുണ്ട്, ഈ സ്ലൈഡിലുണ്ട്. വിൽ ഓൾ ഗ്രേറ്റ് നെപ്റ്റ്യൂൺ ഓഷ്യൻ വാഷ് ദിസ് ബ്ലഡ് ഓർ ക്ലീൻ ഫ്രം മൈ ഹാൻഡ്. അതായത് തൻ്റെ കയ്യിൽ പറ്റിയ ബ്ലഡ് എവിടെ കഴുകിയാലാണ് ശുദ്ധമാവുക, എവിടെ കഴുകിയാലാണ് ഈ ബ്ലഡ് പോകുക, അതാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു കോട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോണം. വിൽ ഓൾ ഗ്രേറ്റ് നെപ്റ്റ്യൂൺ ഓഷ്യൻസ് വാഷ് ദിസ് ബ്ലഡ് ഓർ ക്ലീൻ ഫ്രം മൈ ഹാൻഡ്. ആ ടൈമിൽ ലേഡി മാക്ബത്ത് പറയുന്നു, കുറച്ച് വെള്ളം എടുത്ത് കഴുകിയാൽ പോകാവുന്ന ഉള്ളൂ ഈ ബ്ലഡ് എന്ന്. കുറച്ച് വെള്ളം എടുത്ത് കഴുകിയാൽ പോകാനുള്ള ബ്ലഡേ ഇതുള്ളെന്ന്. ഇനി രാജാവും രാജ്ഞിയുമാണ് നമ്മൾ. സോ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരും വരില്ല. അങ്ങനെ ലേഡി മാക്ബത്തിനെ ഓർമ്മിപ്പിക്കുന്നു. ലാസ്റ്റ് കോട്ട് നോക്കിക്കോളൂ. ഈ സ്ലൈഡിൽ ലാസ്റ്റ് കിടക്കുന്നുണ്ടോ? എ ലിറ്റിൽ വാട്ടർ ക്ലിയറസ് ഓഫ് ദിസ് ഡീഡ് ഷീ ടെൽസ് ഹിം ഹൗ ഈസി ഇറ്റ് ഈസ് ദറ്റ്. ഓക്കെ, നമ്മളിനി ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ല എന്നാണ് ലേഡി മാക്ബത്ത് പറയുന്നത്. ഒരു വെള്ളം എടുത്ത് കഴുകിയാൽ പോകാനുള്ള ബ്ലഡേ ഉള്ളൂ. ഓക്കെ, അതാണ് ആക്ട് 2 സീൻ 2. അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. നേരം വെളുത്തു വരുന്നു. പക്ഷേ ലേഡി മാക്ബത്തിനും ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ അറ്റൻഡൻസ്, അതായത് ഭടന്മാർ, അവർ വീഞ്ഞു കുടിച്ച് ഉറങ്ങിയും പോയി. മാക്ഡഫും ലെനക്സും മാക്ബത്തിൻ്റെ കാസിലായ ഇൻവേഴ്സിലേക്ക് വന്ന് വാതിൽ മുട്ടുന്നു. വാതിൽ തുറന്നതിന് ശേഷം മാക്ഡഫ് കിങ്ങിനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോകുന്ന വഴിയിൽ മാക്ബത്തിനോട് ചോദിക്കുന്നുമുണ്ട്, ഡങ്കൻ എഴുന്നേറ്റോ എന്ന്. അന്നേരം മാക്ബത്ത് ഒന്നും അറിയാത്ത പോലെ പറയുന്നു, അറിയില്ല. ആക്ച്വലി മാക്ബത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ഒരു രീതിയിലായിരുന്നു മറുപടി നൽകിയത്. മാക്ഡഫ് ഡങ്കൻ മരിച്ചത് കണ്ടിട്ട് ഹൊറർ എന്നും പറഞ്ഞ് ഷൗട്ട് ചെയ്തു വന്നു. മാക്ബത്ത് പറഞ്ഞു, ഗാർഡ്സ് ആണ് വധിച്ചതെന്ന്. ഗാർഡ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് മാക്ബത്തിന് പിടികിട്ടി. അതിനാൽ ഗാർഡ്സിനെ മാക്ബത്ത് വധിച്ചു. എന്നിട്ട് തൻ്റെ രാജാവിനെ കൊന്നവരോടുള്ള ദേഷ്യം കാരണമാണ് വധിച്ചതെന്ന് പറഞ്ഞു. ഈ സമയം ഡൊണാൾഡ് ബെയിൻ, ഡങ്കൻ്റെ പുത്രന്മാരാണ്. ഇവർ രണ്ടുപേരും
മാക്ബത്തിൻ്റെ കാസിലായ ഇൻവേർണസിലേക്ക് വന്നു. ഇവർക്ക് സങ്കടവും ദേഷ്യവും വന്നു. കാരണം രാജാവിനെ കൊല്ലാൻ ധൈര്യം കാണിച്ചവർ രാജ്യത്തിന് വേണ്ടിയാകും, ഭരണം കിങ്ഡത്തിന് വേണ്ടി ആയിരിക്കും ഡങ്കനെ കൊന്നത്. സോ അവർ അടുത്ത എയിം ചെയ്യുന്നത് നമ്മളെ ആയിരിക്കും, അതായത് മാൽക്കത്തിനെയും ഡൊണാൾഡ് ബെയിനെയും ആയിരിക്കും അടുത്ത എയിം ചെയ്യുന്നത്. സോ അവർ രണ്ടുപേരും 2 സ്ഥലത്തേക്ക് ഓടിപ്പോയി. മാൽക്കം ഇംഗ്ലണ്ടിലേക്കും ഡൊണാൾഡ് ബെയിൻ അയർലൻഡിലേക്കും ഓടിപ്പോയി. ഇതായിരുന്നു ഈ സീനിൽ പറയുന്നത്. സീൻ 1 പറയുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം മാക്ബത്ത് ആണെങ്കിൽ കിങ് ആയിട്ട് സ്ഥാനമേറ്റു. ബിക്കോസ് ഡങ്കൻ്റെ മക്കളായ മാൽക്കവും ഡൊണാൾഡ് ബെയിനും ഓടിപ്പോവുകയും ഡങ്കൻ മരിക്കുകയും ചെയ്തു. സോ ഈ സമയം മാക്ബത്തിന് കുറേ ചിന്തകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. വിച്ചസ് പറഞ്ഞ പ്രൊഫസി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ തൻ്റെ ഫ്രണ്ടായ ബാങ്കോയോടും വിച്ചസ് പ്രൊഫസി പറഞ്ഞിട്ടുണ്ട്. അത് മാക്ബത്തിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. വിച്ചസ് ബാങ്കോയോട് പറഞ്ഞത് ഇതാണ്: ബാങ്കോ ഒരിക്കലും രാജ്യം ഭരിക്കില്ല, പക്ഷേ ബാങ്കോയുടെ പിന്തുടർച്ചക്കാർ, അതായത് ബാങ്കോയുടെ ചിൽഡ്രൻ ആകും ഈ രാജ്യം ഭരിക്കുന്നതെന്ന് ഇത്രയും വിച്ചസ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എന്ത് ചെയ്യണമെന്ന് മാക്ബത്തിന് അന്നേരം ഒരു ഊഹം ഉണ്ടായി. ബാങ്കോയെ വധിക്കണം, പിന്നെ തൻ്റെ ഭരണം ആരും കൈയടക്കില്ല എന്ന് മാക്ബത്ത് കരുതി. മാക്ബത്ത് രാജാവായതിൽ എല്ലാവർക്കും വിരുന്നു നൽകി മാക്ബത്ത്. എല്ലാവരും വന്നു. പക്ഷേ ബാങ്കോയും ബാങ്കോയുടെ മകനായ ഫ്ലിയാൻസ് അവർ വരുന്നതേ ഉള്ളൂ. സോ അതിനു മുന്നേ മാക്ബത്ത് 2 മർഡറേഴ്സിനെ വിളിച്ച് റെഡിയാക്കി. ബാങ്കോയെയും ഫ്ലിയാൻസിനെയും വധിക്കണം. എന്തു വന്നാലും ഫ്ലിയാൻസിനെ വധിക്കാതെ വെറുതെ വിടരുതെന്നും പറഞ്ഞു. ബിക്കോസ് വിച്ചസ് പറഞ്ഞിട്ടുണ്ട് ബാങ്കോയുടെ ചിൽഡ്രൻ അടുത്ത തലമുറയായിരിക്കും, പിന്തുടർച്ചക്കാരായിരിക്കും രാജ്യം ഭരിക്കുന്നതെന്ന്. സോ ഫ്ലിയാൻസിനെ വധിക്കാതെ വെറുതെ വിടരുതെന്നും മാക്ബത്ത് പറഞ്ഞു മർഡറേഴ്സിനോട്. അങ്ങനെ അവർ മാക്ബത്തിൻ്റെ ആ ഒരു ഓർഡർ പ്രകാരം ബാങ്കോയെയും ഫ്ലിയാൻസിനെയും വധിക്കാൻ പോകുന്നു. ആക്ട് 3 സീൻ 1 കണ്ടിന്യൂഷൻ ആണ് ഇത്. റീഡ് ഇറ്റ്. ആക്ട് 3 സീൻ 2 ലേഡി മാക്ബത്തിന് ഡിപ്രഷൻ ആകുന്നു. മാക്ബത്തും ലേഡി മാക്ബത്തിനോട് പറയുന്നു താനും വളരെ അസ്വസ്ഥനാണെന്നും തൻ്റെ മനസ്സ് ഫുൾ ഓഫ് സ്കോർപ്പിയോൺസ്, തൻ്റെ മനസ്സ് തേള് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണെന്നും മാക്ബത്ത് പറയുന്നു. ബാങ്കോനെയും ഫ്ലിയാൻസിനെയും വധിക്കാനുള്ള പദ്ധതിയുടെ കാര്യവും ലേഡി മാക്ബത്തിനെ ധരിപ്പിക്കുന്നുണ്ട്. അന്നത്തെ വിരുന്നിന് ബാങ്കോയും ഫ്ലിയാൻസും വരുമ്പോൾ അവരെ നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യണമെന്നും പറയുന്നു. ഇതവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആക്ട് 3 സീൻ 4ഉം ആക്ട് 3 സീൻ 5, ആക്ട് 3 സീൻ 6. ഈ 3ൻ്റെയും കൂടെ ഒരുമിച്ചുള്ള സമ്മറിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആക്ട് 3 സീൻ 4ഉം ആക്ട് 3 സീൻ 5ഉം ആക്ട് 3 സീൻ 6ഉം. അങ്ങനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മാക്ബത്തിൻ്റെ പാർട്ടി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബാങ്കോനെയും ഫ്ലിയാൻസിനെയും വധിക്കാനായിട്ട് മർഡറേഴ്സിനെ മാക്ബത്ത് വിടുന്നത്. അങ്ങനെ ബാങ്കോനെ മാത്രം വധിച്ചു, ഫ്ലിയാൻസ് ഓടി രക്ഷപ്പെട്ടു. ഓക്കെ, അന്നേരം ഈ ടൈമിലും മാക്ബത്തിൻ്റെ പാർട്ടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജാവിൻ്റെ സീറ്റ് മാത്രം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു. അവിടേക്ക് മാക്ബത്ത് ഇരിക്കാൻ പോവുകയാണ്. ഈ ടൈമിൽ മാക്ബത്തിന് തോന്നും ബാങ്കോയുടെ ഗോസ്റ്റ് ഇരിക്കുന്നതായിട്ട്. ആ സീറ്റിൽ ബാങ്കോയുടെ ഗോസ്റ്റ് ഇരിക്കുന്നതായി മാക്ബത്തിന് തോന്നുന്നു. അങ്ങനെ മാക്ബത്ത് ആകെ ഭയക്കുന്നു. അങ്ങനെ ഭയന്ന് മാക്ബത്ത് എന്തൊക്കെയോ പിച്ചും പേയും പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. ഈ സമയം ലേഡി മാക്ബത്ത് വന്ന് ഗസ്റ്റിനോട് പറയുന്നു ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. മാക്ബത്ത് ഇങ്ങനെ ഗസ്റ്റ് ഉണ്ടെന്നുള്ള ഒരു ബോധമൊന്നും ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്കോയുടെ ഗോസ്റ്റ്
അവിടെ ഇരിക്കുന്നെന്നും പറഞ്ഞ്. അന്നേരം ലേഡി മാക്ബത്ത് വന്ന് ഗസ്റ്റിനോട് പറയുന്നു, ചെറുപ്പം മുതലേ മാക്ബത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇടയ്ക്ക് മാക്ബത്തിന് വിഷം വരും, അതിലൊരു കാര്യവുമില്ല എന്നും പറഞ്ഞ് ലേഡി മാക്ബത്ത് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും. ഇത് പിന്നീട് ഈ ഗസ്റ്റുകൾക്കിടയിൽ ഒരു സംസാര വിഷയമായിട്ട് മാറുന്നു. അങ്ങനെ പലർക്കും സംശയങ്ങൾ വന്നു. ബിക്കോസ് കിങ് ഡങ്കൻ്റെ മരണശേഷമാണ് മാക്ബത്തിൻ്റെ സ്വഭാവത്തിലും എല്ലാം ഒരു ചേഞ്ച് വരുന്നത്. പിന്നീട് ആ 3 വിച്ചസ് ഉണ്ടല്ലോ, സീൻ 1 വന്ന് പ്രൊഫസീസൊക്കെ പറഞ്ഞത് മാക്ബത്തിനോട്, ടീൻ ഓഫ് കൗഡറാകും, കിങ് ആകും, ബാങ്കോയുടെ തലമുറകൾ ആയിരിക്കും കിങ് ആവുന്നത്. അങ്ങനെ കുറേ പ്രൊഫസീസ് പറഞ്ഞ ആ പ്രൊഫസീസ് പറഞ്ഞത് ആ 3 വിച്ചസ് ഉണ്ടല്ലോ, അവർ പിന്നീട് ആ 3 വിച്ചസ് വന്നു. അവരുടെ ഹെഡായ ഈ 3 വിച്ചസിനൊരു ഹെഡുണ്ട്, ഹെക്കേറ്റ്, HECATE. ഹെക്കേറ്റ് ഇവരെ ഈ 3 വിച്ചസിനെ വഴക്ക് പറയും. ബിക്കോസ് അവർ ഈ ഹെക്കേറ്റ് ഇല്ലാത്ത സമയത്താണ് മാക്ബത്തിനോട് ഈ വിച്ചസ് പ്രൊഫസീസ് പറഞ്ഞത്. അങ്ങനെ ആ വിച്ചസിനെ ഹെക്കേറ്റ് വഴക്ക് പറയുന്നു. അന്നേരം ഈ വിച്ചസ് പറയും, ഇനിയുള്ള തീരുമാനങ്ങൾ ഹെക്കേറ്റുമായി തീരുമാനിച്ചിട്ട് നമുക്ക് പറയാവുന്നു. ഈ സമയം ബാങ്കോയുടെ മരണം ബാങ്കോയുടെ മകനായ ഫ്ലിയാൻസിൻ്റെ തലയിലാകുന്നു. ബാങ്കോയുടെ മകനായ ഫ്ലിയാൻസിൻ്റെ തലയിൽ ബാങ്കോയുടെ ആ ഒരു മരണം ഫ്ലിയാൻസിൻ്റെ തലയിൽ ആകുന്നു. ബിക്കോസ് ഫ്ലിയാൻസ് ഓടി രക്ഷപ്പെട്ടില്ലേ, എല്ലാവരുടെയും വിചാരം ഫ്ലിയാൻസ് ബാങ്കോനെ വധിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടതാണെന്നാണ്. ലിയാൻസ് ആൻഡ് ദ ലോർഡ്സ് എക്സ്പ്രസ് ദെയർ ഹോപ്പ്. ലെനസും ആൻഡ് ദ ലോർഡ് എക്സ്പ്രസ് ദെയർ ഹോപ്പ്, അവരുടെ ഒരു പ്രതീക്ഷ പറയുകയാണ് ലെനസ് ആൻഡ് ദെയർ ലോർഡ്, ദാറ്റ് മാൽക്കവും മാക്ഡഫും വന്ന് മാക്ബത്തിൽ നിന്ന് സ്കോട്ട്ലൻഡിനെ രക്ഷിച്ചേക്കാം. മാൽക്കവും മാക്ഡഫും വന്ന് മാക്ബത്തിൽ നിന്നും സ്കോട്ട്ലൻഡിനെ രക്ഷിച്ചേക്കാം എന്നൊരു ഹോപ്പാണ് ലെനക്സിനും ആൻഡ് ദ ലോർഡിനും ഉള്ളത്. ഓക്കെ, ഇതാണ് ആക്ട് 3 സീൻ 4, 5 and 6 ഇതിൻ്റെ സമ്മറി. ആക്ട് 4 സീൻ 1, മാക്ബത്തിന് ഉറക്കമില്ലാതായി. കിങ് ഡങ്കനെ വധിച്ചു, ബാങ്കോനെ വധിച്ചു. ഇനി ഫ്ലിയാൻസിനെ കൂടി വധിച്ചാൽ മാത്രമേ മാക്ബത്തിന് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയൂ. ഇനി എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി മാക്ബത്ത് വിച്ചസിനെ കാണാൻ പോകുന്നു. ഹെക്ടേറ്റ് അടക്കമുള്ള വിച്ചസ് വരുന്നു. ആദ്യം മാക്ബത്തിൻ്റെ മുന്നിലൂടെ ഒരു ഫ്ലോട്ടിംഗ് ഹെഡ് വന്നു. എന്നിട്ട് പറഞ്ഞു, ബിവെയർ മാക്ഡഫ്. മാക്ബത്തിന് അത് തോന്നിയിരുന്നു. കാരണം ഡങ്കൻ്റെ മർഡർ ആദ്യം കണ്ടത് മാക്ഡഫ് ആയിരുന്നു. അതുമാത്രമല്ല, മാക്ബത്തിനെ കുറിച്ച് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് ഒരു ബ്ലഡ് നിറഞ്ഞ ഒരു ചൈൽഡ് അപ്പിയർ ചെയ്യുന്നു. ബ്ലഡി ചൈൽഡ് അപ്പിയേഴ്സ് ആൻഡ് ടെൽ ഹിം ദാറ്റ്, മാക്ബത്തിനോട് പറയുന്നു, നൺ ഓഫ് വുമൺ ബോൺ ഓർ ഷാൾ ഹാം മാക്ബത്ത്. നൺ ഓഫ് വുമൺ ബോൺ ഓർ ഷാൾ ഹാം മാക്ബത്ത്. സ്ത്രീയിൽ നിന്ന് ജനിച്ച ആർക്കും തന്നെ മാക്ബത്തിനെ കൊല്ലാൻ സാധിക്കില്ലെന്ന്. നെക്സ്റ്റ് വൺ, crowned child holding a tree, saying that he is safe until Birnam Wood moves to Dungeon Hill. അതായത് ബർണാം വുഡ് ഡൺജൻ ഹില്ലിനെ നോക്കി വരുന്നത് വരെയും മാക്ബത്ത് സേഫാണെന്ന്. നിന്റെ രാജ്യത്തിനും നിന്റെ രാജാധികാരത്തിനും ഒന്നും സംഭവിക്കില്ല അതുവരെ. ബർണാം വുഡ് ഡൺജൻ ഹില്ലിനെ നോക്കി വരുന്നത് വരെ ഒന്നും സംഭവിക്കില്ല. നെക്സ്റ്റ് വൺ, അടുത്തത് ഒരു ചിത്രമാണ്, ഒരു പിക്ചർ. 8 ക്രൗൺഡ് കിങ്സിൻ്റെ ഒരു പിക്ചറാണ്. 8 ക്രൗൺഡ് കിങ്സ്, അതിൻ്റെ ഒരു പിക്ചർ ഒരു മിറർ പോലെ വന്നുപോയി. ഒരു മിറർ പോലെ 8 ക്രൗൺഡ് കിങ്സിൻ്റെ പിക്ചർ വന്നുപോയി. ലാസ്റ്റ് വന്നത് ബാങ്കോയുടെ ഗോസ്റ്റായിരുന്നു. ആക്ച്വലി ബാങ്കോയുടെ തലമുറക്കാരും ആ രാജ്യം ഭരിക്കും എന്നതിൻ്റെ പിക്ചർ ആയിരിക്കാം. ഓക്കെ,
Banquo's ghost walks at the end of the line. Macbeth demands to know the meaning of this final vision, but the witches perform a mad dance and then vanish. ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി മാക്ബത്ത് വിച്ചസിനോട് ചോദിച്ചു, പക്ഷെ അവരൊരു മാഡ് ഡാൻസ് ഒക്കെ കാണിച്ചത് അങ്ങ് വാനിഷായിപ്പോയി. മാക്ബത്ത് എന്തെല്ലാമാണെന്ന് ചോദിക്കാൻ വന്നപ്പോഴേക്കും വിച്ചസ് അങ്ങ് ഡിസപ്പിയർ ആയി. ആ പിക്ചറിലുള്ള കാര്യം, ആ ഒരു ഉദ്ദേശം എന്താണെന്നറിയാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്കിനും വിച്ചസ് ഒരു മാഡ് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങ് വാനിഷായിപ്പോയി. മാക്ബത്ത് പ്രൊവസി അനുസരിച്ച് മാക്ഡഫിനെ പിടികൂടാൻ ശ്രമിക്കുന്നു. മാക്ഡഫിനെ കുറിച്ചറിയാൻ വേണ്ടി റോസിനെ വിടുന്നു. റോസ് ഉണ്ടല്ലോ, റോസ് ഒരു മാനാണ്. റോസിനെ മാക്ഡഫിനെ കുറിച്ച് അറിയാൻ വേണ്ടി വിടുന്നു. ലേഡി മാക്ഡഫിന് ഒരു മെസ്സഞ്ചർ വന്ന് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഷീ ഈസ് ഇൻ ഡേഞ്ചർ ആൻഡ് ആർഗ്യൂയിങ് ഹർ ടു ഫ്ലീ. അവിടുന്ന് രക്ഷപ്പെടാൻ പറഞ്ഞ് ലേഡി മാക്ഡഫിൻ്റെ അടുത്ത് ഒരാൾ വരുന്നുണ്ട്, ഒരു മെസ്സഞ്ചർ വരുന്നുണ്ട്. മാക്ബത്തിൻ്റെ സൈന്യം വന്ന് മാക്ഡഫിനെ സെർച്ച് ചെയ്ത് നോക്കി. മാക്ഡഫിനെ കിട്ടാതായപ്പോൾ മാക്ഡഫിൻ്റെ വൈഫിനെയും സണ്ണിനെയും വധിച്ചു. അതാണ് ആക്ട് 4 സീൻ 1 പറയുന്നത്. ആക്ട് 4 സീൻ 2 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതാണ് മാക്ഡഫിൻ്റെ കാസിലിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് റോസ് മാക്ഡഫിനെ അന്വേഷിച്ച് പോകുന്നു മാക്ബത്തിൻ്റെ നിർദ്ദേശപ്രകാരം. പിന്നീട് ഒരു മെസ്സഞ്ചർ വന്ന് ലേഡി മാക്ഡഫിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഡേഞ്ചറിലാണ്, ഇവിടെ നിന്ന് മാറണമെന്നും. പക്ഷേ മർഡറേഴ്സ് വന്ന് ലേഡി മാക്ഡഫിനെയും മകനെയും വധിക്കുന്നു. അതാണ് ഈ സീനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ആക്ട് 4 സീൻ 3 നടക്കുന്നത് കിങ് എഡ്വേർഡിൻ്റെ പാലസിലാണ്. കിങ് എഡ്വേർഡ് ഇംഗ്ലണ്ടിലെ രാജാവാണ്. ഇംഗ്ലണ്ടിലേക്കാണ് മാൽക്കം ഓടിപ്പോയത്. അവിടേക്ക് തന്നെയാണ് മാക്ഡഫും പോയേക്കുന്നത്. മാക്ഡഫ് ചെന്നിട്ട് മാക്ബത്ത് അവിടെ നടത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാൽക്കമിനെ അറിയിക്കുന്നു. കിങ് എഡ്വേർഡിൻ്റെ ഹെൽപ്പോടു കൂടി മാക്ബത്തിനെതിരെ പ്രവർത്തിക്കാമെന്ന് മാൽക്കം തീരുമാനിക്കുകയും ചെയ്യുന്നു. മാൽക്കമിന് ആക്ച്വലി മാക്ഡഫിനെ സംശയമായിരുന്നു. മാക്ഡഫ് ഇനി മാക്ബത്തിൻ്റെ സ്പൈയോ മറ്റോ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായി മാൽക്കമിന്. ഇത് മാക്ഡഫിന് വളരെയധികം വിഷമം ഉണ്ടാക്കുകയും ചെയ്തു. അവസാനം മാക്ഡഫ് സത്യസന്ധനാണെന്ന് മാൽക്കമിന് മനസ്സിലായി. ഈ സമയം സ്പൈ ആയ റോസ് ഇംഗ്ലണ്ടിലേക്ക് വന്നു. മാൽക്കവും മാക്ഡഫും ഇംഗ്ലണ്ടിലുണ്ടെന്നറിഞ്ഞിട്ടാണ് റോസിൻ്റെ വരവ്. റോസിന് മനസ്സിലായി മാക്ഡഫും മാൽക്കവും അവർ ഒരുമിച്ച് നിൽക്കുകയാണെന്ന്, ഒരൊറ്റക്കെട്ടാണെന്ന് റോസിന് മനസ്സിലായി. മാക്ഡഫിനോട് റോസ് പറയുന്നു മാക്ബത്ത് മാക്ഡഫിൻ്റെ വൈഫിനെയും സണ്ണിനെയും വധിച്ചുവെന്ന്. മാക്ഡഫിന് തൻ്റെ രാജ്യം രക്ഷിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും നാളും. പക്ഷേ മാക്ബത്തിനെ നശിപ്പിക്കണമെന്നൊരു ചിന്തയായി ഇപ്പോൾ. ബിക്കോസ് തൻ്റെ വൈഫിനെയും മകനെയും വധിച്ചു മാക്ബത്ത്. അതുകൊണ്ട് മാക്ബത്തിനെ നശിപ്പിക്കണമെന്നൊരു ചിന്ത മാക്ഡഫിന് ഉണ്ടായി. ആക്ട് 4 സീൻ 3 ബാലൻസ് ആണ് ഈ കാണുന്നത്. പ്ലീസ് റീഡ് ദിസ് വൺ ഓൾസോ. നെക്സ്റ്റ് ഈസ് ആക്ട് 5 സീൻ. ആക്ട് 5 സീൻ 1 നടക്കുന്നത് മാക്ബത്തിൻ്റെ പാലസായ ഡൺസിനിലാണ്. ലേഡി മാക്ബത്തിന് രാത്രിയിൽ ഉറക്കമില്ലാതായി. അതായത് സ്ലീപ്പ് വാക്കിംഗ് ആണ് ലേഡി മാക്ബത്തിന്. ഇവരെ നോക്കാനായിട്ട് ഒരു മെയ്ഡും ഒരു ഡോക്ടറും തന്നെ ഉണ്ടായിരുന്നു. ലേഡി മാക്ബത്തിൻ്റെ സംസാരത്തിൽ നിന്നും ഈ മെയ്ഡിനും ഡോക്ടറിനും മനസ്സിലായി ഡങ്കൻ്റെയും ബാങ്കോയുടെയും മരണത്തിൽ മാക്ബത്തിനുള്ള പങ്ക്. മാക്ബത്ത് കിങ് ആയതുകൊണ്ട് മാത്രം ആരും ഒന്നും പറയുന്നില്ല.
അതാണ് ആക്ട് 5 സീൻ 1. ആക്ട് 5 സീൻ 2 ഇംഗ്ലണ്ട് ആർമി, മാൽക്കം, മാക്ഡഫ് ഇവർ 3 പേരും സ്വന്തം രാജ്യം നേടിയെടുക്കാൻ വരുന്നെന്ന് മാക്ബത്തിനൊരു ഹിൻഡ് കിട്ടി. ആക്ട് 5 സീൻ 3 മാക്ബത്തിന് അങ്ങനൊരു ഹിൻഡ് കിട്ടിയല്ലോ, ഇംഗ്ലണ്ട് ആർമിയും മാൽക്കവും മാക്ഡഫും സ്വന്തം രാജ്യം നേടിയെടുക്കാനായിട്ട് വരുന്നെന്ന് മാക്ബത്തിനൊരു ഹിൻഡ് കിട്ടി. പക്ഷേ മാക്ബത്ത് പറയുന്നത് തനിക്കിതിൽ പേടിക്കാൻ ഒന്നുമില്ലെന്നാണ്. സ്ത്രീയിൽ നിന്നും ജനിച്ച ഒരാൾക്കും തന്നെ വധിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ബെർണാം വുഡ് ഡൻസിയൻ ഹില്ല് നോക്കി നടന്നു വരുന്ന കാലം വരെയും താൻ സേഫായിരിക്കും. ഒരിക്കലും ആ കാട് നടന്നു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് മരണത്തെ പേടിയില്ല. നമ്മൾ യുദ്ധത്തിന് റെഡിയായി ഇരുന്നാൽ മാത്രം മതിയെന്നാണ് മാക്ബത്ത് പറയുന്നത്. ആക്ട് 5 സീൻ 4 ബെർണാം വുഡിൻ്റെ അടുത്തുള്ള ഒരു കൺട്രി. അവിടെ മാൽക്കവും ഇംഗ്ലീഷ് ലോർഡായ സിവാർഡിൻ്റെയും കോൺവെർസേഷൻ നടക്കുകയാണ്. മാൽക്കമിനറിയാം മാക്ബത്തിൻ്റെ പ്ലാൻ. മാൽക്കം പറഞ്ഞു, മാക്ബത്ത് ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ആർമിയുടെ സ്ട്രെങ്ത് ആയിരിക്കും. സോ വി ഷുഡ് ഹൈഡ് ദം. സോ അവർ ഡിസൈഡ് ചെയ്തു ബെർണാം വുഡിൻ്റെ ബാഗ്സ് കയ്യിലേന്തി മുന്നോട്ട് പോകാമെന്ന്. സോ ദേ കാൺ അണ്ടർസ്റ്റാൻഡ് അവർ സ്ട്രെങ്ത്. മാക്ബത്തിൻ്റെ ആർമിക്കും നമ്മുടെ ആർമിയുടെ സ്ട്രെങ്ത് മനസ്സിലാകില്ലെന്ന് മാൽക്കം പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ആക്ട് 5 സീൻ 5 മാക്ബത്തിൻ്റെ കേസിലാണ് കാണിക്കുന്നത്. അവിടെ ഒരു ലേഡി കരഞ്ഞുകൊണ്ട് പറയുന്നു, ലേഡി മീൻസ് മെയ്ഡ്, ലേഡി മാക്ബത്തിൻ്റെ മെയ്ഡായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് പറയുന്നു, ലേഡി മാക്ബത്ത് ഡൈഡ്. മാക്ബത്ത് ഈ ഡെത്ത് അറിഞ്ഞ് സ്വയം പറയുന്നു, ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ്. ഈ സമയം ഒരു മെസ്സഞ്ചർ വന്ന് പറയുന്നു, ബെർണാം വുഡ് ആർ അഡ്വാൻസിങ് ടുവേർഡ്സ് ഡൺസിനെയിൻ. മാക്ബത്ത് അന്നേരം വിച്ചസിൻ്റെ പ്രൊഫസി റീകോൾ ചെയ്തു. അത് മാത്രമല്ല ബാങ്കോയുടെ ഡയലോഗും റീകോൾ ചെയ്തു. ബാങ്കോ പറഞ്ഞിരുന്നു, വിച്ചസ് ഒരിക്കലും സത്യം മുഴുവൻ പറയില്ല, അവർ പകുതിക്ക് വെച്ച് നിർത്തുമെന്ന്. അന്നേ വിച്ചസ് ആദ്യം ഇവരോട് പ്രൊഫസി പറഞ്ഞപ്പോഴേ ബാങ്കോ പറഞ്ഞിരുന്നു. അന്നേരം മാക്ബത്ത് ഈ വിച്ചസിൻ്റെ പ്രൊഫസിയും ബാങ്കോയുടെ പ്രൊഫസിയും റീകോൾ ചെയ്യുകയായിരുന്നു. അവർ വിച്ചസ് ഒരിക്കലും ഫുള്ളി റിവീൽ ചെയ്യില്ല. ബെർണാം വുഡ് ഫുൾ നടന്നു വരണമെന്നില്ല, അതിൻ്റെ ബാക്സ് ആയാലും മതി. ആക്ട് 5 സീൻ 6 ഔട്ട്സൈഡ് ദ കാസിൽ ദ ബാറ്റിൽ കമൻസസ്. ബാറ്റിൽ ആരംഭിച്ചു. മാൽക്കം ഇംഗ്ലീഷ് സോൾജേഴ്സിനോട് സോഡ് എടുക്കാൻ ആജ്ഞാപിച്ചു. ഓൺ ദ ബാറ്റിൽ ഫീൽഡ് മാക്ബത്തിന് സ്റ്റിൽ കോൺഫിഡൻസ് ആയിരുന്നു. ബിക്കോസ് സ്ത്രീയിൽ നിന്ന് ജനിച്ച ആർക്കും തന്നെ വധിക്കാൻ സാധിക്കില്ല. ആ ഒരു കോൺഫിഡൻസ് മാക്ബത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ബാറ്റിൽ ആരംഭിച്ചു. മാക്ബത്ത് ലോർഡ് സിവാർഡ്സിൻ്റെ സണ്ണായ യങ് സിവാർഡിനെ വധിക്കുന്നു. ഈ സമയം മാക്ഡഫ് തിരയുന്നത് മാക്ബത്തിനെയാണ്. മാക്ഡഫിന് റിവെഞ്ച് ചെയ്യാനാണത്. അങ്ങനെ മാക്ബത്തിനെ കാണുന്നു. മാക്ബത്ത് പറയുന്നു, നിനക്കെന്നെ കൊല്ലാൻ സാധിക്കില്ല, കാരണം എനിക്കൊരു വരം ഉണ്ട്, ബൈ ദ വിച്ചസ് പ്രൊഫസി. അപ്പോൾ മാക്ഡഫ് പറയുന്നു, ഞാൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനല്ല, ഞാൻ സ്ത്രീയിൽ നിന്നും എടുക്കപ്പെട്ടവനാണ്. മാക്ഡഫ് tells Macbeth that he was not of woman born, but rather from his mother's womb untimely ripped. That is Caesarean. ഓക്കെ, സിസേറിയൻ ആണെന്നാണ് മാക്ഡഫ് പറയുന്നത്. I will read it once more. Macbeth tells Macbeth that he was not a woman born, but rather from his mother's womb untimely ripened. Macbeth suddenly fears for his life. ഇത്രയും ചെയ്തത് ഈ ഒരു ബലത്തിലായിരുന്നു മാക്ബത്ത്. പക്ഷെ പെട്ടെന്ന് തന്നെ മാക്ബത്തിന് ഫിയറായി. അങ്ങനെ മാക്ബത്തിനെ മാക്ഡഫ് വധിക്കുന്നു.
അങ്ങനെയാണ് പ്ലേ എൻഡ് ചെയ്യുന്നത്. പ്ലേ എൻഡ്സ് മാക്ഡഫ് മാക്ബത്തിൻ്റെ തലയുമായി വരുന്നു. മാക്ബത്തിൻ്റെ തലയുമായി വരുന്നു. ഈ സമയം റോസ് സിവാർഡിനോട് പറയുന്നു മാക്ബത്ത് യങ് സിവാർഡിനെ വധിച്ചുവെന്ന്. അവസാനം ഡങ്കൻ്റെ ആഗ്രഹം പോലെ മാൽക്കം സ്കോട്ട്ലൻഡിൻ്റെ രാജാവായി മാറി. ഇങ്ങനെയാണ് മാക്ബത്ത് എന്ന പ്ലേ എൻഡ് ചെയ്യുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യം സോഴ്സ് ഓഫ് മാക്ബത്ത് ആണ്. പ്രൈമറി സോഴ്സസ് ഡ്രാഫ്റ്റ്സ്, ഹോളിഷർട്ട്സ് ക്രോണിക്കിളാണ്. തീം അംബീഷൻ, മാക്ബത്തിൻ്റെ കാസിൽ ഇൻബോർണസ് ആണ്. ഡങ്കൻ്റെ പാലസ് ഫോറസ്. മാക്ബത്തിന് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ടെയിൻ ഓഫ് ഗ്ലാമസ് ആയിരുന്നു. പിന്നീട് ടെയിൻ ഓഫ് കവഡറായി, പിന്നീട് കിങ് ആയി. ഡങ്കൻ്റെ മകനാണ് മാൽക്കവും ഡൊണാൾഡ് ബെയിനും. ലാസ്റ്റ് മാൽക്കമാണ് കിങ് ആവുന്നത്. ബാങ്കോയുടെ സണ്ണാണ് ഫ്ലിയാൻസ്. കിങ് ഡങ്കൻ മരിച്ചത് ഫസ്റ്റ് കാണുന്നത് മാക്ഡഫാണ്. ഹെഡ് ഓഫ് വിച്ചസിൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു, അത് ഹെക്ടേറ്റ് ആണ്. മാക്ഡഫിൻ്റെ കാസിൽ ഫൈഫെ ആണ്. മാക്ഡഫ് ആൻഡ് മാൽക്കം എസ്കേപ്പ് ടു ഇംഗ്ലണ്ടിലേക്കാണ് മാക്ഡഫും എസ്കേപ്പ് ചെയ്തത്. മാക്ബത്തിൻ്റെ പാലസാണ് ഡൺസിനെയിൻ. മാക്ഡഫ് കിൽഡ് മാക്ബത്ത് ആൻഡ് ലാസ്റ്റ് മാൽക്കം സൺ ഓഫ് ഡങ്കൻ ബിക്കേം ദ കിങ് ഓഫ് സ്കോട്ട്ലൻഡ്. ഇങ്ങനെയാണ് നമ്മുടെ മാക്ബത്ത് എന്ന പ്ലേ അവസാനിക്കുന്നത്. താങ്ക് യു. Hope you all like this video. If you like the video, please subscribe my channel.